നമസ്കാരം, എല്ലാവർക്കും മൂൺസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റത്തിന് കളിക്കുന്ന തോടയം എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് പഠിക്കാം. ഇത് ഒരു വെൽക്കമിങ് ഡാൻസ് ആണ്. അതായത് നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ ഡാൻസ് കാണുന്ന ഓഡിയൻസിനെയും ഒക്കെ ആദ്യം വന്നിച്ച് തൊഴുത് അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഡാൻസ് ആണ് തോടയം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തോടയം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ രണ്ട് കൈയിലും പുഷ്പപുടം എന്ന മുദ്ര പിടിച്ചിട്ടാണ്. അതായത് ഇങ്ങനെ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിനുള്ളിൽ പൂവ് വെക്കണമെങ്കിൽ പൂവ് വെക്കാം. അപ്പം ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൈ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ശരീരത്തിനോട് ഇങ്ങനെ ബോഡിയോട് ഇങ്ങനെ ഒട്ടി നിൽക്കാതെ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ പിടിക്കണം. അതുപോലെ സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അട്ടമി ചെയ്യണം. അതായത് തല വെട്ടിക്കുന്ന മൂവ്മെന്റ്. അതായത് തത്തോടകതാം താം 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 തീം 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 തകത്തോടങ്ക തക്കുത്താം തേ. ഇത് നമ്മള് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. തത്തോടകതാം താം 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 തീം 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 തകത്തോടങ്ക തക്കുത്താം തേ. അട്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കും, അത് കഴിഞ്ഞ് 4 സ്റ്റെപ്പ് റൈറ്റ് സൈഡിലേക്ക് നടക്കണം. അത് കഴിഞ്ഞ് 4 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്കും നടക്കണം. അപ്പൊ ആ നടത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ നടക്കാൻ പാടില്ല. അതായത് നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വരണം. അതേപോലെ ലെഫ്റ്റ്. അതുപോലെ നമ്മൾ ഇത് പൊന്തിക്കുമ്പോൾ നമ്മൾ 2 കാലും ഒന്ന് ബെൻഡ് ചെയ്യണം. അപ്പൊ 1 2 3 4 ഇങ്ങനെ വരണം. അതായത് നല്ലോണം ബെൻഡ് ചെയ്ത് പൊന്തിക്കുന്ന കാല് ഹിപ്പുമ മുട്ടിച്ച് വേണം നടക്കാൻ. 1 2 3 4 ഇങ്ങനെ വരും. അപ്പൊ അത് നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കണം. ഞാൻ കാണിച്ചു തരാം. തത്തോടകതാം താം 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 തീം 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 തകത്തോടങ്ക തക്കുത്താം തെയ്. അത് കഴിഞ്ഞിട്ട് നമ്മള് തെയ് ഇതിങ്ങനെ 2 പ്രാവശ്യം സ്ലോലി ഇങ്ങനെ ചവിട്ടണം. ഇനി അടുത്ത തത്തോടകതാം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് 3 സ്റ്റെപ്പ് നടക്കണം. അപ്പൊ തത്തോടകതാം ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് നടക്കണം. തത്തോടകതാം താം 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 തീം തീം തീം. അപ്പൊ 2 പ്രാവശ്യം അട്ടമി ചെയ്യണം. അതായത് റൈറ്റ് ലെഫ്റ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് 3 സ്റ്റെപ്പ് നടക്കണം. തകത്തോടങ്ക തക്കുത്താം. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ താഴ്ത്തിരുന്ന് മുഴുമണ്ഡലത്തിൽ ഇരുന്ന് നമ്മുടെ കയ്യിലുള്ള പൂവ് താഴെ ഇട്ട് ഇങ്ങനെ നമസ്കാരം ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. തത്തോടകതാം താം 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 തീം 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 തകത്തോടങ്ക തക്കുത്താം
അടുത്ത തത്തോടകതാമന് നമ്മൾ ഹാൻഡ് മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ കയ്യിൽ നമ്മൾ നാട്യാരംഭം പൊസിഷനിലും ഈ കയ്യിൽ നമ്മൾ ശിഖരമുദ്ര പിടിക്കണം റൈറ്റ് ഹാൻഡില്. എന്നിട്ട് 1 2 3 ഇങ്ങനെ വരും. അതായത് ശിഖരം ഇവിടേക്ക് എത്തുമ്പോൾ അളപത്മമുദ്ര, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചെത്തുമ്പോൾ നാട്യാരംഭ പൊസിഷൻ പതാകയിലേക്ക് വരണം. അപ്പൊ തത്തോടകതാം ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് അടുത്തത് താം 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 ധീം 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 ഇങ്ങനെ വരണം. അതായത് ബെൻഡ് ചെയ്യുക, എന്നിട്ട് കയ്യിലേക്ക് നോക്കുക, തീം തീം. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് നമ്മൾ നടക്കണം. തകതോടങ്ക തക്കുത്താം തേയ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് 1 2 3 4. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുക. 1 2 3 4 5 6 ഇങ്ങനെ വരും. ഇനി ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും കളിക്കണം. അപ്പൊ തത്തോടകതാം താം 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 ധീം ധീം തകതോടങ്ക തക്കുത്താം തേയ്. ഇനി അടുത്തതായി കളിക്കേണ്ടത് ദിത്തിത്തയാണ്. നമ്മൾ സാധാരണ ദിത്തിത്തൈ എന്നതിന് പകരം നമ്മൾ ബാക്കിലേക്കുള്ള ദിത്തിത്തയാണ് കളിക്കുക. അപ്പൊ ദിത്തിത്തൈ ഇങ്ങനെ വരും. ദിത്തിത്തൈ ദിത്തിത്തൈ ഇങ്ങനെ വരും. അപ്പൊ അത് 2 പ്രാവശ്യം കളിക്കണം. അതിന്റെ ഹാൻഡ് മൂവ്മെന്റ്സ് ഇങ്ങനെയാണ്. ദിത്തിത്തൈ ദിത്തിത്തക്കുതി ദിഗുദോഹസ്തന്ത ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ദിത്തിത്തൈ ദിത്തിത്തക്കുതി ദിഗുദോഹസ്തന്ത. അതായത് നമ്മള് തത്തോടകതാം കളിച്ച സെയിം കൈ തന്നെ. ആദ്യം ദിത്തിത്തൈ ദിത്തിത്തൈ, അത് കഴിഞ്ഞ് 1 2 3 ദിത്തിത്തൈ ദിത്തിത്തൈ 1 2 3 ഇങ്ങനെ വരും. ദിത്തിത്തൈ ദിത്തിത്തക്കുതി ദിഗുദോഹസ്തന്ത ദിഗുതക ദിഗുദോഹസ്തന്ത ദിഗുതക ദിഗുദോഹസ്തന്ത. ഇനി അടുത്ത സ്റ്റെപ്പിന്റെ ലെഗ് മൂവ്മെന്റ്സ് ഇങ്ങനെയാണ്. 1 2 3 4 ഇങ്ങനെ വരും. അതായത് കാലൊന്ന് പൊന്തിച്ചിട്ട് ഫസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അപ്പൊ അതിന്റെ ഹാൻഡ് മൂവ്മെന്റ്സ് വരുന്നത് 1 2 3 4 ഇങ്ങനെ വരും. അതായത് കൈ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് നീട്ടുക, അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് നീട്ടുക. അപ്പൊ തുകുതോങ്കു തക്കത്തിന്ന, അത് കഴിഞ്ഞാൽ 1 2 3 4 5 ഇങ്ങനെ വരും. അപ്പൊ തുകുതോങ്കു തക്കത്തിന്ന തകതോ തകതാം തോം തീം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കളിക്കണം. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് വരും. അതായത് ഓ ദിക്കുത്തക്ക തകതോ തകതാം തോം തീം. അത് കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് താം 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 ധീം 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 തകതോടങ്ക തക്കുത്താം തേയ് ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് 1 2 3 4 ഇങ്ങനെ വരും. കോർണറിലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. 1 2 3 4. അത് കഴിഞ്ഞാൽ 1 2 3 4 5. താം 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 ധീം ധീം തകതോടങ്ക തക്കുത്താം തേയ്. തത്തോടകതാം